നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനൽ പെരുന്തോട്ടത്ത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗാല പ്രിസിഷൻ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് എന്നൊരു കമ്പനിയുടെ IPO വിശേഷമാണ്. ഈ കമ്പനി മഹാരാഷ്ട്രയിൽ 2009 രൂപം കൊണ്ട ഒരു കമ്പനിയാണ്. പ്രിസിഷൻ കോമ്പോണൻസ് ആണ് ഇവർ നിർമ്മിക്കുന്നത്. അതായത് ഡിസ്ക്, സ്ട്രിപ്പ് സ്പ്രിങ്സ്, കോയില്, സ്പൈറൽ സ്പ്രിങ്സ്, അതുപോലെ സ്പെഷ്യൽ ഫാസ്റ്റനിങ് സൊല്യൂഷൻസ്, ഇത്തരത്തിലുള്ള എക്യുപ്മെന്റ്സുകൾ നിർമ്മിച്ച് ഇവർ വിവിധ ഇൻഡസ്ട്രികളിൽ ആവശ്യമുള്ള ഒരു ഉപകരണങ്ങളാണ് ഇതെല്ലാം തന്നെ. അതായത് വിൻഡ്, ഹൈഡ്രോ പ്രൊജക്റ്റുകൾ, അഗ്രികൾച്ചറൽ, മൈനിങ്, ഇലക്ട്രിക്കൽ, പിന്നെ ഓട്ടോ രംഗത്ത്, ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത്, റെയിൽവേ നിർമ്മാണ രംഗങ്ങളിൽ ഇതിലെല്ലാം തന്നെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ഇവരുണ്ടാക്കുന്നത്. ഇവർ ഇത്തരത്തിലുള്ള നിർമ്മാണ കമ്പനികൾക്ക് അല്ലെങ്കിൽ ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചേഴ്സിന് അവരുടെ പ്രോഡക്റ്റുകൾ നൽകുകയാണ്. ഈ കമ്പനിയുടെ ഇഷ്യൂ സെപ്റ്റംബർ 2 ഓപ്പൺ ചെയ്ത് 4 അവസാനിക്കുന്നതാണ്. ഇവർ 167.93 കോടി രൂപയാണ് മാർക്കറ്റിൽ നിന്ന് സ്വരൂപിക്കുന്നത്. അതിലും 135 കോടി രൂപയ്ക്കുള്ളതും ഫ്രഷ് ഓഹരികളുടെ വിൽപ്പനയിലൂടെയാണ് കമ്പനി നേടുന്നത്. നമുക്കപ്പോൾ ഈ കമ്പനിയുടെ വിശേഷങ്ങളിലേക്ക് ഒന്ന് കടക്കാം. ഗാല പ്രിസിഷൻസിൻ്റെ പ്രോഡക്റ്റുകൾ വിവിധ രാജ്യങ്ങളിലേക്കും എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ജർമ്മനി, ഡെൻമാർക്ക്, ചൈന, ഇറ്റലി, ബ്രസീൽ, USA, സ്വീഡൻ, സ്വിറ്റ്സർലാൻഡ് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലേക്ക് ഇവരുടെ പ്രോഡക്റ്റുകൾ ധാരാളമായിട്ട് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അവിടെ ഫേമസ് ആയിട്ടുള്ള പല ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറേഴ്സിനും ഇവർ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഇവിടെ എടുത്തു പറയാവുന്ന ചില അവരുടെ ക്ലയൻസിനെ നോക്കുകയാണെങ്കിൽ ജോൺ ഡീറെ ഇന്ത്യ, ഫൈവലി ട്രാൻസ്പോർട്ട് റെയിൽ ടെക്നോളജീസ് ഇന്ത്യ, ബ്രെംബോ ബ്രേക്സ് ഇന്ത്യ, ബുഫാബ് ഇന്ത്യ ഫാസ്റ്റ്നേഴ്സ്, പിന്നെ L&T ഇലക്ട്രിക്കൽ ഓട്ടോമേഷൻ പ്രോഡക്ട്സ്, ടർബോ എനർജി തുടങ്ങിയിട്ടുള്ള നിരവധി കമ്പനികൾ ഇവരുടെ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ മാർച്ചിലെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവർ ഈ റിന്യൂവബിൾ എനർജി സെക്ടറിൽ കസ്റ്റമേഴ്സിന് വേണ്ടി മാത്രം 246.46 മില്യൺ യൂണിറ്റ്സ് ഓഫ് സ്പ്രിങ്ങും വാഷേഴ്സും നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 0.42 മില്യൺ ഫാസ്റ്റ്നേഴ്സും ഈ രംഗത്ത്, അതായത് റിന്യൂവബിൾ എനർജി സെക്ടറിലെ കമ്പനികൾക്ക് വേണ്ടി മാത്രം നിർമ്മിച്ചിട്ടുണ്ട്. ഇപ്പോൾ കമ്പനിക്ക് ഏകദേശം 295ഓളം സ്ഥിരം ജീവനക്കാരും 390 കോൺട്രാക്ട് എംപ്ലോയീസുമാണുള്ളത്. ഇനി ഗാല പ്രിസിഷൻസിന്റെ പ്രൊമോട്ടേഴ്സിനെ നോക്കുകയാണെങ്കിൽ കിരിത് വിഷൻജി ഗാല എന്ന് പറയുന്ന ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തി ആണ് ഒന്ന്. അദ്ദേഹം ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ് കമ്പനിയുടെ. അതുകൂടാതെ സ്മീത് കിരിത് ഗാല എന്ന് പറയുന്ന വ്യക്തിയും ഇതിന്റെ പ്രധാന പ്രൊമോട്ടറായിട്ട് പറയുന്നുണ്ട്. ഇവരുടെ കൈവശം ഇഷ്യൂവിന് തൊട്ട് മുമ്പ് 74.56% ഓഹരികളാണ് ഉള്ളത്. ഗാല പ്രിസിഷൻ എഞ്ചിനീയറിംഗിൻ്റെ EPS നോക്കുകയാണെങ്കിൽ 24.02 PE റേഷ്യോ 23.95, റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 23.27%, NAV 103.3 പെർ ഷെയറുമാണ്. ഈ കമ്പനിക്ക് ഒരു 135 കോടി രൂപ ഏകദേശം ഫ്രഷ് ഓഹരികളുടെ വിൽപ്പന വഴി ലഭിക്കുന്നുണ്ടല്ലോ. അത് എന്തിനു വേണ്ടിയിട്ടാണ് വിനിയോഗിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് നോക്കുകയാണെങ്കിൽ അവർ ശ്രീ പെരുമ്പതൂരിൽ, തമിഴ്നാട്ടിലെ വല്ലം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 37 കോടി രൂപ മുടക്കി ഒരു പുതിയ മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ടെൻസിൽ ഫാസ്റ്റേഴ്സും ഹെക്സ് ബോൾട്ടുകളും നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ആ യൂണിറ്റ് അവർ ആരംഭിക്കുന്നത്. അതുകൂടാതെ പൽഗാറിലുള്ള, അതായത് മഹാരാഷ്ട്രയിലുള്ള അവരുടെ ഒരു യൂണിറ്റിലേക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട്, അതായത് പുതിയ എക്യുപ്മെൻറ്റ്സുകൾ പ്ലാന്റിലേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവരൊരു 11.07 കോടി രൂപ വിനിയോഗിക്കുമെന്ന് പറയുന്നുണ്ട്. ഒരു 45.43 കോടി രൂപ അവരുടെ കടബാധ്യതകളും മറ്റ് പേയ്മെൻറ്റ്സും എല്ലാം കൊടുത്തു തീർക്കാനായിട്ട് കമ്പനി വിനിയോഗിക്കും. ബാക്കിയുള്ളത് അവരുടെ ജനറലായിട്ടുള്ള കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്കും വിനിയോഗിക്കുമെന്നാണ് അവരുടെ പ്രോസ്പെക്ടസിൽ എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഇനി ഗാലയുടെ ലിസ്റ്റഡ് ആയിട്ടുള്ള കോമ്പറ്റീറ്റേഴ്സ് ആരാന്ന് നോക്കുകയാണെങ്കിൽ ഹർഷ എഞ്ചിനീയേഴ്സ്, പിന്നെ SKF ഇന്ത്യ, സുന്ദരം ഫാസ്റ്റ്നേഴ്സ്, റോളക്സ് റിങ്സ്, സ്റ്റെർലിംഗ് ടൂൾസ് എന്നീ പ്രശസ്തരായിട്ടുള്ള കമ്പനികളാണ് ഇവരുടെ പിയർ കമ്പനികളായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി ലീഡ് മാനേജേഴ്സ് PI ക്യാപിറ്റൽ മാർക്കറ്റും രജിസ്ട്രാർ ലിങ്ക്ഡ് ടൈം ഇന്ത്യയുമാണ്.
ഇനി കമ്പനിയുടെ ഫിനാൻഷ്യൽ സൈഡ് പരിശോധിക്കുകയാണെങ്കിൽ 2023 167.08 കോടി രൂപയുടെ റവന്യൂ ആണ് ഉണ്ടായതെങ്കിൽ 2024 ആയപ്പോഴത്തേക്ക് 204.38 അത് വർദ്ധിച്ചിട്ടുണ്ട്. അതായത് ഒരു 22% വർധനവ് അവിടെ റവന്യൂവിൻ്റെ കാര്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അറ്റാദായം നോക്കുകയാണെങ്കിൽ 24.21 23-ലെങ്കിൽ അത് 2024 ആയപ്പോഴത്തേക്ക് അറ്റാദായത്തിൽ ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട്. 8% കുറവ്, 22.33 കോടി രൂപ മാത്രമാണ് 2024 കമ്പനിക്ക് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളൂ എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇനി ഗാല പ്രിസിഷൻസിൻ്റെ ഇഷ്യൂ ഡീറ്റെയിൽസ് ഒറ്റനോട്ടത്തിൽ ഒന്ന് പരിശോധിക്കുകയാണ്. സെപ്റ്റംബർ 2 മുതൽ 4 വരെ ആയിരിക്കും ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് പോയിന്റ് 503 രൂപ മുതൽ 529 രൂപ വരെയാണ്. ഫ്രഷ് ഓഹരികൾ 135.34 കോടി രൂപയ്ക്കുള്ളതുണ്ട്. ഓഫർ ഫോർ സെയിൽ ആണെങ്കിൽ 32.59 കോടി രൂപയ്ക്ക് ഉള്ളതുമാണ്. അതായത് 6.16 ലക്ഷം ഓഹരികളാണ് വിറ്റഴിക്കപ്പെടുന്നത് ഓഫർ ഫോർ സെയിലായിട്ട്. ടോട്ടൽ ഇഷ്യൂ സൈസ് അപ്പോൾ 167.93 കോടി രൂപയ്ക്കുള്ളത് വരും. അപ്പോൾ 28 ഷെയർസാണ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച്, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു ലോട്ട് എന്ന് പറയുന്നത്. അങ്ങനെ 13 ലോട്ട് വരെ അവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. HNIസിനാണെങ്കിൽ 14 മുതൽ 67 ലോട്ട് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അവർക്ക് 15% ഓഹരികൾ നൽകുന്നുണ്ട്. 35% ഓഹരികളും റീറ്റെയിലേഴ്സിനാണ് കൊടുക്കുന്നത്. 50% ഓഹരികളാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് നൽകുന്നത്. ഇത് 35% നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റീറ്റെയിലേഴ്സിന് കൊടുക്കുന്ന ഈ കമ്പനിയുടെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 10 രൂപയാണ്. NSEയിലും BSEയിലും ഇത് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അലോട്ട്മെൻറ്റ് വരുന്നത് സെപ്റ്റംബർ 5-ാം തീയതിയും ലിസ്റ്റിംഗ് വരുന്നത് സെപ്റ്റംബർ 9-ാം തീയതിയും ആയിരിക്കും. ഇനി ഇത് വാങ്ങണോ വേണ്ടയോ എന്ന് ആലോചിക്കുന്നവരോട് പറയാനുള്ളത് ഇതൊരു അഗ്രസീവ്ലി പ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ തന്നെയാണ്. എങ്കിലും ഈ കമ്പനിയെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെയധികം വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ് ഇവർ നിർമ്മിക്കുന്നത്. അതോടൊപ്പം തന്നെ ഖന എഞ്ചിനീയറിംഗ് രംഗങ്ങളിലും വലിയ വ്യവസായങ്ങളിലും എല്ലാം തന്നെ പ്രധാന വ്യവസായങ്ങളിലെല്ലാം തന്നെ ഉപയോഗിക്കപ്പെടുന്ന പ്രോഡക്റ്റാണ് കമ്പനി നിർമ്മിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ദീർഘകാല അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ വ്യാവസായിക വളർച്ചയോടൊപ്പം തന്നെ വളരെ വേഗത്തിൽ തന്നെ വളരാൻ സാധ്യതയുള്ള ഒരു കമ്പനി തന്നെയാണ്. ദീർഘകാല ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല തന്നെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. എന്നാൽ ഷോർട്ട് ടൈം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഒരു ചെറിയ പ്രോഫിറ്റ് ഇപ്പം തന്നെ ലഭിക്കുമെന്ന് തന്നെയാണ് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ വിശ്വാസം. ഗാല പ്രിസിഷൻസ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് എന്ന ഈ കമ്പനിയുടെ ഇഷ്യൂ ഡീറ്റെയിൽസ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മടിക്കരുത്. അതോടൊപ്പം തന്നെ കമൻറ്റുകൾ ഇടുക. നിങ്ങളുടെ വിലപ്പെട്ട സപ്പോർട്ട് വളരെ അത്യന്താപേക്ഷിതമാണ്. എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.